വെൽക്കം ബാക്ക് ടു ഹെഡ് ലോക്കർ. രാത്രി സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള കൊതി അല്ലെങ്കിൽ തോന്നൽ, അതിന്റെ കാരണങ്ങളെ പറ്റിയിട്ട് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോ അതിന്റെ തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ദയവായി കാണാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാത്രി കാലത്തെ ക്രേവിങ്സിന് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള തോന്നൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പകൽ കഴിക്കുന്ന ഫുഡില് ഹൈ ഷുഗർ അല്ലെങ്കിൽ ഒത്തിരി പഞ്ചസാര അല്ലെങ്കിൽ അമിതമായ കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം അമിതമായി കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രീൻ ആയിട്ട് കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ അളവ്. ഇത്രയാണ് വേണ്ടത് നമ്മുടെ ബ്രെയിനിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഒരു ബോഡിയുടെ ഓവറോൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും. പക്ഷെ നമ്മൾ അമിതമായി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ക്രമാതീതമായി നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ഉയരുന്നു. അതിനെ താഴേക്ക് കൊണ്ടുവരാനായിട്ട് ഇൻസുലിൻ അമിതമായി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇൻസുലിന്റെ ആക്ഷന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? ബ്ലഡ് ഷുഗർ താഴേക്ക് വരുന്നു. അങ്ങനെ താഴ്ന്ന് നമുക്ക് ആവശ്യമുള്ള അളവിലും താഴേക്ക് പോകുന്നു. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും വിശക്കുന്നു. അപ്പോഴും നമ്മൾ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ അത് വീണ്ടും അളവിൽ കൂടുതലായി ബ്ലഡ് ഷുഗർ ഉയരാൻ കാരണമാക്കുന്നു. അങ്ങനെ ഇതൊരു സൈക്കിൾ പോലെ അല്ലെങ്കിൽ ഒരു ചങ്ങല പോലെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള തോന്നലുണ്ടാവും. അങ്ങനെ ഭക്ഷണം കഴിക്കും, പിന്നെ വിശപ്പായി കൊതിയായി ആ ഒരു ലൂപ്പിൽപ്പെട്ട പോലെ അല്ലെങ്കിൽ ആ ഒരു ചങ്ങലയിൽപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇത് ഒഴിവാക്കാനായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം, അമിതമായ അളവിൽ അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ വിശപ്പിന്റെ ഹോർമോണായ ക്രെലിൻ, അതിനെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. ആ ക്രെലിനെ കൂടുതൽ സപ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടക്കി വെക്കുന്നത് ഫാറ്റും പ്രോട്ടീനുമാണ്. അപ്പോൾ അത് അടങ്ങിയ ഭക്ഷണം നിങ്ങൾ പകൽ സമയം കഴിക്കുന്ന ഫുഡിൽ ഉൾപ്പെടുത്തുക. ഫൈബർ അടങ്ങിയ വെജിറ്റബിൾസ് അതും ധാരാളം ഉൾപ്പെടുത്തുക. സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക. കാര്യം സ്ട്രെസ് കാരണം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല. അതുകൊണ്ട് എന്തെങ്കിലും ബ്രീതിങ് എക്സസൈസോ അല്ലാന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനോ ചെയ്ത് സ്ട്രെസ് മാനേജ് ചെയ്യുക. പിന്നെ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷം അന്നത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞെങ്കിൽ പല്ല് തേക്കുക. പല്ല് തേക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോവുകയാണ്, ഇന്നത്തെ ഭക്ഷണം കഴിഞ്ഞു, ഇനി നിങ്ങളൊന്നും കഴിക്കുന്നില്ല എന്നുള്ളൊരു സിഗ്നൽ. പിന്നീട് എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അയ്യോ പല്ല് തേച്ച് പോയല്ലോ, ഇനി എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളൊരു തോന്നൽ കാരണം പിന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. സോ നൈറ്റ് ടൈം ക്രേവിങ്സ് ഉള്ള ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സക്സസ്ഫുൾ ആയിട്ട് നൈറ്റ് ടൈം ക്രേവിങ്സും എല്ലാം ഒഴിവാക്കി ഹെൽത്തി ആയിട്ട് ജീവിക്കുക. താങ്ക് യു.